നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ 2025 മെയ് മാസം മുതൽ തുടങ്ങി വെച്ചതായിട്ടുള്ള ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഈ ഒരു മാസത്തിൽ തുടരുവാനും ജൂൺ മാസം മുതൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വന്നു ചേരുവാനും ഇടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തീരുമാനിക്കും. സംയുക്ത സംരംഭങ്ങളെ ഒഴിവാക്കി നടത്തിവരുന്ന പ്രസ്ഥാനം സ്വന്തമായിട്ട് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിക്കാനും രേഖാപരമാക്കി തീർക്കുവാനും സാധ്യതയുണ്ട്. അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കും. ഭക്തി ശ്രദ്ധ പുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. പുതിയ അവതരണ ശൈലി സർവർക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പകരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുവാനും പുതിയതായിട്ടുള്ള പല ആശയങ്ങളും അവലംബിക്കാനിടവരും. ചില ജോലിക്കാർക്കെല്ലാം അസ്വാരസ്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും ഭാവിയിലേക്ക് പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ച എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകും വിധത്തിൽ പ്രാബല്യത്തിൽ വന്നു ചേരുവാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഇടയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ നിന്നും ഒഴിവാകുന്നത് നന്നായിരിക്കും. നിലവിലുള്ള ഗ്രഹം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വിസ്തൃതിയുള്ള ഗ്രഹം നിർമ്മിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും ഒരു ഭൂമി വാങ്ങുവാനുള്ള തീരുമാനത്തിനും യോഗമുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളെ കൊണ്ട് പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. കുടുംബാംഗങ്ങളുടെ അനാവശ്യമായിട്ടുള്ള വ്യാകുലതകൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം നൽകുവാനിടവരും. പുതിയ ഭരണ സംവിധാനത്തിൽ പല വിധത്തിലുള്ള സാമ്പത്തികമായുള്ള ബാധ്യതകളുണ്ടാകുമോ എന്ന വിലയിരുത്തിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് അവലംബിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. കുടുംബപരമായിട്ടുള്ള വാക്ക് തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുവാനും അന്തിമമായിട്ട് മനസ്സിലുദ്ദേശിക്കുന്ന വിധത്തിൽ തന്നെ ക്രിയാത്മകമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരത്തിനും യോഗമുണ്ട്. സ്വയംഭരണാധികാരം ലഭിച്ചതുവഴി സന്ധി സംഭാഷണത്തിന് കൂടുതൽ ഒരു പ്രാമുഖ്യം നൽകുവാനും അത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കുന്നതുമാണ്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. നിലവിലുള്ള ജോലിയിൽ ഇരുന്നും കൊണ്ട് തന്നെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനിടയുണ്ട്. പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും ലക്ഷ്യപ്രാപ്തി നേടുവാനും ഇടയുണ്ട്. ചർച്ചകൾക്ക് അന്തിമമായിട്ട് അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും അനുകൂലമായുള്ള വിജയം കൈവരിക്കാനും ഇടയുണ്ട്. ക്ഷമ, ആദരവ്, എല്ലാവരിലും നന്മകൾ കണ്ടെത്തുക എന്നിവ ശുഭചിന്തകളോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിടവരും. ജോലിയോടൊപ്പം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ അന്വേഷിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിൽ സ്വന്തമായിട്ടുള്ള ബിസിനസ് തുടങ്ങിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പല വിദ്യാർത്ഥികൾക്കും നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ ഭാവിയിലേക്ക് സുരക്ഷിതത്വമോ ജോലി സാധ്യതകളോ വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനും അതിൻ്റെ പ്രാരംഭപരമായിട്ടുള്ള ഫീസ് അടയ്ക്കുവാനുള്ള അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിൽ അധ്യയന വർഷം തുടങ്ങുന്ന ആ ഒരു
പ്രവേശനം എന്ന രീതിയിലായിരിക്കാം അപേക്ഷകൾ നൽകുവാൻ ഇടയുള്ളത്. പലപ്പോഴും കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളുണ്ടാകുമോ എന്ന ധാരണകൾ പലതുണ്ടാകുമെങ്കിൽ പോലും വിദഗ്ധമായുള്ള പരിശോധനയിൽ യാതൊരു രോഗാവസ്ഥകളും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആത്മവിശ്വാസത്തോടുകൂടി യോഗയും പ്രാണായാമമൊക്കെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും പൊതുവെ തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ടും കുടുംബപരമായിട്ടും സമൂഹത്തിനോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശുഭകരമാക്കി തീർക്കുവാനുള്ള അവസരം ഈ മാർച്ച് മാസത്തിൽ പുണർത നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടും എന്ന ധാരണയോടുകൂടി തന്നെ സുഹൃത്തുക്കൾ മുഖാന്തരമോ മുമ്പുണ്ടായിരുന്ന മേലധികാരികൾ മുഖാന്തരമോ മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. ഒരു പക്ഷേ അതിനൊരു നിയമനാനുമതി തൃപ്തികരമായുള്ള രീതിയിൽ ഒരു നിയമനാനുമതി ലഭിക്കുക എന്നതൊക്കെ തന്നെ ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. ദേഹപരമായിട്ടുള്ള പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ നടത്തുവാനും പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുവാനും അവലംബിക്കുവാനും ഇടവരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിരന്തരമുള്ള തകർച്ചകൾ അതിജീവിക്കുവാനായിട്ട് വ്യവസായം വിൽക്കുവാനോ വാടകയ്ക്ക് കൊടുക്കുവാനോ തീരുമാനിക്കും. ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വ്യവസ്ഥകൾക്കനുസരിച്ച് വന്നു ചേരുന്നത് വഴി അതിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വർഷങ്ങളായിട്ട് അധപ്പതിച്ചു കിടക്കുന്ന കാർഷികമായിട്ടുള്ള മേഖലകൾ പുനരുദ്ധീകരിക്കുവാനായിട്ട് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സഹായപ്രകാരം പുനരുദ്ധീകരിക്കുവാൻ തീരുമാനിക്കും. എല്ലാ വിധത്തിലുള്ള പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വമുള്ള സമീപനം പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ എല്ലാ കാര്യങ്ങളിലും ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധ്യതയുള്ളൂ. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടവരും. അനൗദ്യോഗികമായിട്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് വഴി ദാനധർമ്മങ്ങൾക്ക് ആ പണത്തെ വിനിയോഗിക്കുവാനിടവരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് വളരെ നിസ്സാര ആണെങ്കിൽ പോലും കൂടുതൽ പ്രയത്നവും കൂടുതൽ യാത്രകളും വേണ്ടി വരുവാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങളുണ്ടാകും. 2028, 2029 കാലങ്ങളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഏറ്റെടുക്കുവാനിടവരും. ഒരുപക്ഷെ സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. സ്വഭാവവിശേഷത്താൽ പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കാനിടവരും. ഭാരതീയ ശാസ്ത്രശാഖകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലർക്കും അനുകൂലമായിട്ടുള്ള അനുമോദനങ്ങൾ വന്നു ചേരുവാനും സർവ്വവിധത്തിലും സ്വീകാര്യത വന്നു ചേരുവാനും ഇടയുണ്ട്. കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന ദമ്പതികൾക്കും കുട്ടികൾക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. നിരപരാധിത്വം തെളിയിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ ഇനി മുതൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയത്തിന് സാധ്യതയുണ്ട്. പരീക്ഷ എഴുതുന്നത് വഴി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു മാസത്തിൽ സ്വല്പം മനസ്സിന് തടസ്സങ്ങൾ അല്ലെങ്കിൽ വാഹനം സമയത്തിന് എത്തിച്ചേരാത്തൊരവസ്ഥ ഇതുകൊണ്ട് ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അധ്യാപകരുടെ കാരുണ്യത്താൽ അതെല്ലാം തന്നെ
ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതുമാണ്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഇനി പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പണം മുതൽ മുടക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാൻ ഇടവരും. കഴിവും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നത് തീർത്തും ഒഴിവാക്കേണ്ടതാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി സമയബന്ധിതമായിട്ടും ക്ഷമയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പല പ്രകാരത്തിലും അസുഖങ്ങളുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുമെങ്കിൽ പോലും മുമ്പ് ഉണ്ടായിരുന്ന പകർച്ചവ്യാധിക്ക് കഴിച്ച മരുന്നിൻ്റെ ഒരു പരിണതമായിട്ടുള്ള ഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതി ജീവന ഔഷധ രീതികൾ അനുവർത്തിക്കുവാൻ ഇടയുണ്ട്. ആധുനിക സംവിധാനം അവലംബിക്കുന്ന വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ചിലർക്ക് അധിക ചെലവിനങ്ങൾ വർദ്ധിക്കുന്നത് വഴി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് തിരിച്ചു പോരുവാൻ തീരുമാനിക്കും. മറ്റ് ചിലർക്ക് സാങ്കേതികമായിട്ടും നിയമപരമായിട്ടുള്ള പല നിബന്ധനകൾ വന്നു ചേരുന്നത് വഴിയും മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന പലർക്കും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പൊതുവേ ഈ പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു ഗുണദോഷം മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് മാർച്ച് മാസത്തിൽ. എല്ലാ കാര്യങ്ങളിലും രണ്ടോ മൂന്നോ കാര്യം പ്രാവശ്യം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മാത്രമേ എല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടി കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തി നേടുവാനാണ് പൂയ നക്ഷത്രം ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നത്. നമസ്കാരം.